നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 21 തിങ്കളാഴ്ചയാണ്. നിഫ്റ്റിയിൽ നിന്ന് ആരംഭിക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി ഗെയിൻ 2 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഒരു ബിഗ്ഗസ്റ്റ് വീക്ക്ലി ഗെയിൻ ആയിരുന്നു നിഫ്റ്റിക്ക് വന്നു ചേർന്നത്. തുടർച്ചയായ 4ാമത്തെ ദിവസവും പോസിറ്റീവിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു. നിഫ്റ്റിയും സെൻസെക്സും ഇപ്പോൾ 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ നിഫ്റ്റി ബാങ്കാണ് ഇപ്പോൾ ഔട്ട് പെർഫോം ചെയ്യുന്നത് 7 മാസത്തെ ഉയർന്ന നിലയിലും. കൂടാതെ റെക്കോർഡ് ഹൈക്ക് അരികിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നതും. വെള്ളിയാഴ്ച പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് മിക്സഡ് ആയിട്ടായിരുന്നു US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തത്. അതിൽ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് ഡൗ ജോൺസ് ആയിരുന്നു. 1.33% ഇടിഞ്ഞു. S&P 500 0.13% നേട്ടത്തിലും നാസ്ഡാക്ക് 0.13% ഇടിവിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വ്യാഴാഴ്ച വാൾസ്ട്രീറ്റ് ഓഹരികൾക്ക് സമ്മിശ്ര ദിവസമായിരുന്നു. എലി ലില്ലി, ആപ്പിൾ എന്നീ ഓഹരികൾ നേട്ടമുണ്ടാക്കി. ജപ്പാനുമായുള്ള വ്യാപാര ചർച്ചകളും ഭാവിയിലെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും നിക്ഷേപകർക്കുള്ളിലുണ്ട്. ചൈനയുമായി ഒരു വ്യാപാര കരാർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പക്ഷേ ഇരു രാജ്യങ്ങളും ഇതിൽ ഒരു മുൻകൈ എടുത്തിട്ടില്ല എന്നതും പ്രത്യേകത തന്നെയായിരുന്നു. ഇനി ഡൗ ജോൺസ് ഇടിയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം യുണൈറ്റഡ് ഹെൽത്ത് 22% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇൻഷുറൻസ് സ്റ്റോക്കുകളും വലിയ രീതിയിൽ തന്നെ ഇടിവിലേക്ക് പോയി. S&P 500-ൽ എനർജി സെക്ടറാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡിൽ ചെറിയ ഒരു ഇടിവ് കണ്ടു. 0.5% ഇടിഞ്ഞ് 71,360 രൂപയിലാണ് കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവനുള്ളത്. ക്രൂഡ് ഓയിൽ 3% നേട്ടമുണ്ടാക്കി. ബിറ്റ് കോയിൻ ഇപ്പോൾ 84,000 രൂപയിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. S&P 500 0.19% ഇടിവിലും ഡൗ ജോൺസ് 0.28% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 40 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോൾ സാധ്യതയുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ കോഴ്സിലോ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. മാർച്ച് 4 മുതൽ ഏപ്രിൽ 18 വരെ നിഫ്റ്റിയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു റാലിയാണ് കണ്ടത്. ഏകദേശം 2000-ലേറെ പോയിന്റ്സിൻ്റെ ഒരു ഉയർച്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 8%-ലേറെ നിഫ്റ്റി ഉയർന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ 20x ഒരു വർഷത്തെ ഫോർവേഡ് വരുമാനത്തിലാണ് വ്യാപാരം നടത്തുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് സഹവിപണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചിലവേറിയ വിപണിയാക്കി മാറ്റുന്നു എന്നുകൂടി പറയുന്നുണ്ട്. ഏപ്രിൽ 18 വരെയുള്ള ഒരു PE റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടേത് 20.13x ആണ്. ചൈനയുടേത് 14.58x, തായ്വാൻ്റേത് 13.84x, ഇന്തോനേഷ്യയുടേത് 10.72x, ദക്ഷിണ കൊറിയയുടേത് 8.94x. ഇനി 2024 ഡിസംബർ മാസങ്ങളിൽ നിഫ്റ്റി 24x ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നും ഒരു ഇടിവ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു 20.13x താഴ്ന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് കേവലം 7 ദിവസം കൊണ്ടാണ് ഈ നേട്ടം നിഫ്റ്റി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഏർണിംഗ് സീസൺ അത്ര ശുഭകരമാവില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. കൂടാതെ താരിഫുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷനും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു തലവേദനയായിട്ട് ഇന്ത്യൻ മാർക്കറ്റിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അടുത്തതായി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം HDFC ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക് ആയിട്ടുള്ള HDFC ബാങ്ക് അവരുടെ Q4 നമ്പറുകൾ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ 6.7% ഇയർ ഓൺ ഇയറിലെ വളർച്ചയാണ് നെറ്റ് പ്രോഫിറ്റിൽ കാണാൻ സാധിച്ചത്. 17,616 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് പ്രോഫിറ്റ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നതായിരുന്നു. ഇനി നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 10.3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കണ്ടത്. കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 22 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് ICICI ബാങ്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 13.2% വർധനവ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തി. 16,534 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. കോർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും 13.7% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. ഇൻട്രസ്റ്റ് ഇൻകം 42,431 കോടി രൂപയിലാണുള്ളത്. അതർ ഇൻകത്തിൽ ഇയർ ഓൺ ഇയറിൽ 29% വർധനവും കമ്പനി രേഖപ്പെടുത്തി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു. അടുത്തത് ജസ്റ്റ് ഡയൽ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 20% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ വന്നപ്പോൾ ഇയർ ഓൺ ഇയറിൽ 36% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. റവന്യൂവിൽ 1% വർധനവ് രേഖപ്പെടുത്തിയ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ ഇയർ ഓൺ ഇയറിൽ 7% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്.
എബിറ്റയിൽ ഇയർ ഓൺ ഇയറിൽ 22% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അടുത്തത് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്ന കമ്പനിയാണ്. റവന്യൂവിൽ 18% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. 493.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. നെറ്റ് പ്രോഫിറ്റിൽ 1.7% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 316 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. അടുത്ത വോൾട്ടാസ് എന്ന കമ്പനിയാണ്. മതിയായ ഇറക്കുമതി തീരുവ അടയ്ക്കാത്തതിനെ തുടർന്ന് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കമ്പനിക്കെതിരെ അന്വേഷണം നടത്തി വരികയാണ്. ഏകദേശം 24.81 കോടി രൂപ കമ്പനിക്ക് നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ നോട്ടീസ് പറയുന്നത്. മറ്റൊരു കമ്പനി IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. KYC നിയമങ്ങൾ ശരിയായി പാലിക്കാത്തതിനെ തുടർന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ IDFC ഫസ്റ്റ് ബാങ്കിന് 38.60 ലക്ഷം രൂപയുടെ പിഴ ചുമത്തിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇന്നു മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും അവരുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇക്വിറ്റികളിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം, ട്രേഡിംഗ് സൈക്കോളജി എന്താണ്, ടെക്നിക്കൽ അനാലിസിസ്, കൂടാതെ ഫണ്ടമെന്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോം നമ്മൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം, ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ വാച്ച് ചെയ്യണം, അതിൻ്റെ റിയാക്ഷൻ എത്തരത്തിലായിരിക്കും, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയയ്ക്കുക. അടുത്തത് കോൾ ഇന്ത്യ എന്ന കമ്പനിയാണ്. പേസ്റ്റ് ഫില്ലിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വലിയ തോതിലുള്ള കൽക്കരി ഉൽപ്പാദനം ആരംഭിക്കുന്നതിനായി കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ SCCL TMC മിനറൽസുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. 7040 കോടി രൂപയുടെ കരാറിലാണ് ഒപ്പുവെച്ചത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ അലോക് ഇൻഡസ്ട്രീസ്, ആനന്ദ് രാജ്, ആദിത്യ ബിർള മണി, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, മഹീന്ദ്ര ലോജിസ്റ്റിക്സ്, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ തുടങ്ങിയവയാണ്. ഇന്ന് FNO സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഏഞ്ചൽ വൺ, ഹിന്ദുസ്ഥാൻ കോപ്പർ, IRDA, മണപ്പുറം ഫിനാൻസ്, നാഷണൽ അലുമിനിയം തുടങ്ങിയ കമ്പനികളാണ്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. FIS വലിയ ബൈയിങ് തന്നെയാണ് വ്യാഴാഴ്ച നടത്തിയത്. 4668 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. DIS ആവട്ടെ 2006 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്യുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ സമ്മിശ്രമായ രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനയിൽ നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ന് പുറത്തു വരാനുണ്ട്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.16% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.14% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,803 എന്ന നിലയിലാണ്. ഏകദേശം 96 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 0.4% ഇടിവിൽ. അതായത് ഇന്ന് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 40 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യത കാണുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഇറാനുമേൽ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വ്യാഴാഴ്ച എണ്ണവില 3% ഉയർന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $66.76 പെർ ബാരൽ എന്ന നിലയിൽ 1.77% കനത്ത ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $62.81 പെർ ബാരൽ എന്ന നിലയിൽ 1.84% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി അതിശക്തമായി ഉയരുകയുണ്ടായി. 23,851 414 പോയിന്റ്സ് അഥവാ 1.77% ഉയർന്നാണ് വ്യാഴാഴ്ച ക്ലോസ് ചെയ്യുന്നത്. 200 ഡേ EMAയ്ക്ക് മുകളിലായി ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് കൂടി നിഫ്റ്റിക്ക് വെക്കാൻ സാധിച്ചു. വീക്ക്ലി ചാർട്ടിൽ ചെറിയ ലോവർ വീക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു ഗ്യാപ്പും അവിടെ ഫോം ആയിട്ടുള്ള കാര്യം ഡൗൺ സൈഡിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. 22,923 മുതൽ 23,210 വരെയുള്ളത് വലിയ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. നിഫ്റ്റി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ലെവലിലാണുള്ളത്. ഫെബ്രുവരി മാസത്തെയും മാർച്ച് മാസത്തെയും ഹൈ ആയിട്ടുള്ള ഈ ഒരു പ്രധാനപ്പെട്ട സോണിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സോണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുമോ എന്നത് തന്നെയാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. കേവലം 2 ആഴ്ച കൊണ്ട് ഏകദേശം 2100-ലേറെ പോയിന്റ്സ് ആണ് നിഫ്റ്റി ഉയർന്നത്. അതായത് നല്ല റിസ്ക് ഇപ്പോൾ നമുക്കുണ്ട്. ധാരാളം ഗ്യാപ്പുകളും ഡെയിലി ചാർട്ടിൽ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഒരു പുൾ ബാക്കിനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഒരു സോൺ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോണുമാണ്. ഇതിന് മുകളിലായിട്ട് ഒരു ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത് വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം. പ്രീവിയസ് സ്വിംഗ് ഹൈ ആയിട്ടുള്ളത് 23,869 ആണ്. ഇനി ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ 24,000-ഉം അതിനുശേഷം 24,545 വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയകളാവാൻ സാധ്യതയുണ്ട്. വീക്ക്ലി ചാർട്ടിൽ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലിന് മുകളിലായിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രം 4.48% നിഫ്റ്റി ഉയർന്നത്. അതായത് ഫെബ്രുവരി 1, 2021 ശേഷമുള്ള ബിഗ്ഗസ്റ്റ് വീക്ക്ലി ഗെയിൻ തന്നെയാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് ഡൗൺ സൈഡിൽ ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,600-ഉമാണ്.
കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 23,850 സ്ട്രൈക്കിൽ 1,08,295% വളരെ വലിയ ഒരു ബിൽഡപ്പാണ് അവിടെ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ നമുക്ക് കാണാൻ കഴിയുക പുട്ട് സൈഡിൽ. ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ വെറും 742% വർധനവ് കോൾ സൈഡിൽ കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 23,800 സ്ട്രൈക്കിൽ 21,210% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ വെറും 9% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 23,900 സ്ട്രൈക്കിൽ 18,544% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 174% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സിന് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്പ് മൂവിലുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നമുക്ക് കാണിച്ചു തരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,290-ൽ 1,172 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ലെവലിന് അടുത്തായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓൾ ടൈം ഹൈ ലെവൽ 54,467 ബാങ്ക് നിഫ്റ്റി തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. വീക്ക്ലി ക്യാൻഡിൽ ചെറിയ ലോവർ വിക്കോട് കൂടിയ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,500-ഉം 55,000-ഉം ലെവലുകളാണ്. ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 53,500-ഉം 53,100 ലെവലുകളും ആയിരിക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസിൻ്റെയും റിസൾട്ട് കൂടി നമ്മൾ അവിടെ പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിരിക്കുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.